മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ വിമർശനവുമായി സമസ്ത മുഖപത്രം. ജനവിധിയെ അപഹസിക്കരുതെന്ന തലക്കെട്ടോടെയാണ് സുപ്രഭാതം പത്രത്തിന്റെ മുഖപ്രസംഗം. കോൺഗ്രസിന്റേത് ജയിപ്പിച്ച ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത സമീപനമാണ്. കോൺഗ്രസിന്റെയോ മുന്നണിയുടെയോ വോട്ട് കൊണ്ട് മാത്രമല്ല UDF ജയിച്ചത്. വോട്ട് ചെയ്തവരെ വിസ്മരിച്ചുകൊണ്ടുള്ള നാടകങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ജനങ്ങളെ അന്ധഭക്തരായി കാണുന്നത് സ്വയം കുഴിതോണ്ടലാണെന്നും മുഖപ്രസംഗത്തിൽ വിമർശനം. അനീസ് അലി വിശദാംശങ്ങൾ നൽകും. അനീസ്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കം അനന്തമായി വൈകുന്നതിലുള്ള വിമർശനം അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ജനവികാരത്തെ പൂർണ്ണമായും മാനിക്കുന്നില്ല എന്ന തോന്നലിനോടുള്ള അതൃപ്തിയും മുഖപ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിലുണ്ടോ? തീർച്ചയായും സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇന്നത്തെ എഡിറ്റോറിയലായി വന്നിട്ടുള്ള ലേഖനമാണ് ജനവിധിയെ അപഹസിക്കരുത് എന്ന തലക്കെട്ടോടു കൂടിയുള്ളത്. അത് പറയുന്നത് കൃത്യമായി ഒരാഴ്ച പിന്നിട്ടിട്ടും ഇപ്പോഴും ജയിച്ച മുന്നണിയുടെ മുഖ്യമന്ത്രി ആര് എന്നത് അറിയാൻ കഴിയുന്നില്ല എന്നത് അപഹാസ്യമാണ് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ഇത് കൃത്യമായി ജനങ്ങളെ അപമാനിക്കലാണ്, തെരഞ്ഞെടുത്ത ജനങ്ങളോടൊരു പ്രതിബദ്ധതയുമില്ല എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ നാടകങ്ങൾ. അത് ഒരിക്കലും ജനവിധിയെ അംഗീകരിക്കുന്നയോ അല്ലെങ്കിൽ ജനവിധിയെ മാനിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ളതല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പൊതുജനം കഴുതയാണ് എന്ന് വരിക. അതുപോലെ തന്നെ ജനങ്ങൾ അടിമകൾ, ഇതൊക്കെ എഡിറ്റോറിയലിലെ വാക്കുകളാണ്. പൊതുജനം അടിമയാണ്, ജനങ്ങൾ അടിമകളാണ് എന്ന് കരുതുന്ന സമീപനം ഇതൊക്കെ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അതിൽ നിന്നൊട്ടും ഭിന്നമല്ല കോൺഗ്രസിന്റെ കാര്യവും എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, എഡിറ്റോറിയൽ ഊന്നി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര കാര്യം എന്ന തരത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ നിരാകരിക്കുന്നതാണ് എഡിറ്റോറിയൽ. അത് പറയുന്നത് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ മുന്നണിയുടെയോ വോട്ട് കൊണ്ട് മാത്രമല്ല ഇത്ര കൃത്യമായ ഇത്ര വലിയ ഒരു മാർജിനിലുള്ള ജനവിധി ഉണ്ടായിരിക്കുന്നത്. ഇത് മറ്റ് പല ഘടകങ്ങളും ജനങ്ങളുടെ സ്വാധീനങ്ങൾ ജനങ്ങളുടെ വോട്ടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ പരിഗണിക്കാത്ത, ഒരു ജനവികാരത്തെ പരിഗണിക്കാത്ത ഒരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ഈ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ഭരിച്ച ഒരു മുന്നണിയെ പുറന്തള്ളിക്കൊണ്ട് ജനങ്ങൾ ഈ മുന്നണിയെ അധികാരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ അവർക്ക് ചില പ്രതീക്ഷകളുണ്ട്. ഇതിനെയൊക്കെ നിരാകരിക്കുന്ന തരത്തിൽ, അവരെയൊക്കെ നിരാശരാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ചർച്ചാ നാടകങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രൂക്ഷമായ ഭാഷയിലാണ് ഈ സമസ്ത മുഖപത്രത്തിന്റെ വിമർശനം വരുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന ഈ വരികൾക്കിടയിൽ വായിക്കാവുന്ന ഒരു കാര്യം, ഇപ്പോഴുള്ളത് കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര ചർച്ചയിലൂടെ പരിഹരിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിനെതിരായ ഒരു വിമർശനം കൂടി വരികൾക്കിടയിൽ നമുക്കിത് വായിച്ചെടുക്കാൻ പറ്റും. ഇതൊരു കോൺഗ്രസിന്റെ MLA-മാരുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആഭ്യന്തരമായ ഒരു സംഗതി അല്ല, മറിച്ച് ജനങ്ങൾ കോൺഗ്രസിനെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് സമസ്തയുടെ മുഖപത്രത്തിൽ ഇന്നിപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന മുഖപ്രസംഗം. അനീസ് അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.